ഹായ്, എല്ലാ കൂട്ടുകാർക്കും ഡെയിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഇന്നലെ 6 മണി മുതൽ 8 മണി വരെയുള്ള എൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. രാവിലത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ചെറിയ വീഡിയോ ആണ്, സ്പീഡാക്കിയിട്ട് ലെങ്ത്തൊക്കെ കുറച്ചിട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. രാവിലെ തന്നെ ഞാൻ അടുക്കളയിലെ കുക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മുടെ പുറത്തുള്ള പണികൾക്കും ക്ലീനിങ്ങിനൊക്കെ നിൽക്കാറുള്ളൂ. അപ്പോൾ അവർക്കൊക്കെ പോകുമ്പോഴേക്കും ചോറും കറിയും ചായയും കടിയും ഒക്കെ ആവണം. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നിൽക്കാറ്. തലേദിവസം ഏട്ടൻ വരുമ്പോൾ രാത്രിയാകുമ്പോൾ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഈ മന്തിക്കൊക്കെ കട്ട് ചെയ്ത് മേടിക്കുന്ന ആ ഒരു സൈസിലാണ് കേട്ടോ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അത് കറി വെക്കാനാണ് പറഞ്ഞത്. കറി വെച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ വലിയ പീസായതുകൊണ്ട് തന്നെ ഉപ്പും മുളകൊന്നും പിടിക്കാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. മക്കൾക്കാണെങ്കിൽ ചിക്കൻ ഫ്രൈ ആക്കണതാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. അപ്പോൾ അതൊക്കെ ഞാൻ തലേദിവസം തന്നെ ഉപ്പും മുളകൊക്കെ പുരട്ടി മഞ്ഞൾപ്പൊടിയും ഇത്തിരി മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുകയും ചെയ്തു. എന്നിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം ഫ്രൈ ആക്കുകയാണെങ്കിലും റോസ്റ്റ് ചെയ്യുകയാണെങ്കിലൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവും ചിക്കൻ. അപ്പോൾ അങ്ങനെ എടുത്തു വെച്ചു. അപ്പോൾ തന്നെ കിച്ചുമോൻ പറയുന്നുണ്ട് കേട്ടോ ബ്രോസ്റ്റ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ അതൊന്നും രാവിലെ നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ രാവിലെ എണീച്ച് വന്നപ്പോൾ തന്നെ ഞാൻ സോയാബീൻ റോസ്റ്റ് ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ അതെടുത്ത് വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. വലുതാണ് കേട്ടോ. അപ്പോൾ അത് 4ആയി കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കണം. അപ്പോൾ അത് കുതിർന്ന ശേഷം അതൊക്കെ കട്ട് ചെയ്തെടുത്തു. അപ്പോഴേക്കും പാൻ അടുപ്പത്ത് വെച്ചിട്ട് സവോളയൊക്കെ വഴറ്റാനായിട്ട് വെച്ചു. അപ്പോൾ സവോളയൊക്കെ വഴന്ന് വന്നപ്പോൾ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇട്ട് കൊടുത്തിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ ചിക്കനും ബീഫൊക്കെ വെക്കണ പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് പിന്നെ തക്കാളി ഇട്ട് കൊടുത്തു. അതൊന്ന് വഴന്ന് വന്നപ്പോൾ നമ്മുടെ സോയാബീൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഇത്തിരി മസാലപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ ഇട്ടിട്ട് അതങ്ങനെ അടച്ചു വെച്ചു. അപ്പോഴേക്കും ഇപ്പുറത്ത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചിക്കൻ ഫ്രൈ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ കിച്ചു വന്നിട്ട് പിന്നെയും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അപ്പോഴും സമയമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടപ്പോൾ അവൻ ചാച്ചുവിനെ കുത്തി എണീപ്പിച്ചിട്ട് കൊണ്ടുവന്നു. അപ്പോൾ അവൾ വാശി പിടിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളെ ചെറുപ്പത്തിലുണ്ടായ കുറച്ച് കാര്യങ്ങൾ എനിക്കത് ഓർമ്മ വന്നു കേട്ടോ. ഞങ്ങളൊക്കെ ചെറുതിൽ അടുത്തുള്ള വീടുകളിലേക്കാണ് കേട്ടോ TV കാണാനൊക്കെ പോവുക. അപ്പോൾ രാത്രിയിൽ നമ്മൾ ചിത്രഗീതം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, വെള്ളിയാഴ്ച എന്ന് തോന്നുന്നു ചിത്രഗീതമൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാൻ അച്ഛനോടും അമ്മോടും ചേച്ചിയും ചേട്ടനൊക്കെ ചോദിച്ചാൽ സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ ഇവർ എന്നെ ഇട്ടിട്ട് എന്നോട് പറയും മോഹൻലാലിൻ്റെ പാട്ടാണെന്ന് എന്നൊക്കെ പറയും. എനിക്കാണെന്നുവെച്ചെങ്കിൽ ചെറുതിൽ മോഹൻലാൽ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവർ പറയും. അങ്ങനെ ഞാൻ അച്ഛനോടും അമ്മോടൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോണ ഒരു ഓർമ്മ എനിക്ക് വന്നു കേട്ടോ. ഇത് കിച്ചു കാണിച്ചപ്പോൾ അങ്ങനെ കിച്ചു പോയിട്ട് ചാച്ചുകുട്ടീനെ എണീപ്പിച്ചിട്ട് കൊടുന്നു. അപ്പോൾ ചാച്ചു വന്നിട്ട് കരയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വേഗം ഉണ്ടാക്കി കൊടുത്തു കേട്ടോ ബ്രോസ്റ്റും. അപ്പോൾ നമ്മുടെ ഓട്സും മൈദയൊക്കെ എന്തായാലും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓട്സും മൈദയൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഇത്തിരി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും പിന്നെ മസാലപ്പൊടി മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ. എന്നിട്ടെല്ലാം മിക്സ് ചെയ്തിട്ട് അതിൽ നമ്മുടെ ചിക്കൻ പീസ് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്യാനുള്ള ചിക്കനൊക്കെ പിന്നെ എടുത്തിട്ട് ഈ ബ്രോസ്റ്റ് ചെയ്യാൻ അതിൻ്റെ ലെഗ് പീസ് ഉണ്ടല്ലോ അതും അങ്ങനെ ഉള്ള വലിയ പീസൊക്കെ എടുത്തിട്ട് വെച്ചു വിട്ടാൽ. അപ്പോൾ അതിൽ തീരെ വെള്ളം ഇല്ലാണ്ട് എടുത്ത് മാറ്റി. അപ്പോൾ എളുപ്പത്തിന് ചെയ്തതാണ്. അതിലേക്കൊരു മുട്ട ഉടച്ചൊഴിച്ചു. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇതുണ്ടല്ലോ മിക്സ് ഓട്സിൻ്റെയും മൈദയുടെ ഒക്കെ അത് അതിലിങ്ങനെ പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തു. നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റിയതിലാണ് കേട്ടോ പിന്നെ ബ്രോസ്റ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ വേറൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ അതും ഫ്രൈ ചെയ്തു. അപ്പോഴേക്കും രസം ഉണ്ടാക്കണമല്ലോ, എന്തെങ്കിലും ഒരു ചാറുകറി വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ മക്കൾക്കൊന്നും വേണ്ട കേട്ടോ രസം. അവർക്ക് ചിക്കൻ കണ്ടാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പോൾ നൂൽപുട്ട് കഴിക്കാനായിട്ട് കുറച്ച് നാളികേരപ്പാലും കൂടിയും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇനിയിപ്പോൾ നൂലുപുട്ടിലേക്ക് ഒരു കറി ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നാളികേരപ്പാലും പിഴിഞ്ഞ്. ചിലപ്പോൾ അത് അവർക്ക് ആവശ്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചിക്കൻ കണ്ടാൽ പിന്നെ അങ്ങനെ കഴിച്ചോളും. പക്ഷേ ചിലപ്പോൾ ചോദിച്ചാൽ പിന്നെ നേരമില്ലെങ്കിൽ നമ്മളത് പിന്നെ ഉണ്ടാക്കാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ നാളികേരപ്പാലൊക്കെ പിഴിഞ്ഞ് പഞ്ചസാരയൊക്കെ ഇട്ട് വെച്ച് കൊടുത്തു. പിന്നെ രസം കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു ചാറുകറി വേണമല്ലോ.
അപ്പോൾ രസത്തിലേക്ക് ഞാൻ വേഗം തന്നെ വെളുത്തുള്ളിയും പിന്നെ നല്ല ജീരകമൊക്കെ ചതച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടു, തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് വേണ്ട കുരുമുളക് പൊടിയും എല്ലാതും ആ പാത്രത്തിൽ തന്നെ ഇട്ട് വെച്ചു കേട്ടോ. എന്നിട്ട് നമ്മുടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു തക്കാളിയും വെളുത്തുള്ളി ചതച്ചതൊക്കെ ഉണ്ടല്ലോ എല്ലാതും അതിലേക്കാണ്ട് ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പുളി വെള്ളത്തിലിട്ടിട്ട് അത് പിഴിഞ്ഞ് ആവശ്യത്തിനുള്ള പുളി പോലെ ആക്കി, രസത്തിന് ആവശ്യത്തിനുള്ള പുളി പോലെ ആക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പുളിവെള്ളം ഒഴിച്ചിട്ട് ഇത് കുറച്ച് നേരം അടച്ചു വെച്ചു കേട്ടോ. അടച്ചു വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തക്കാളിയൊക്കെ വഴന്നു വന്ന സമയത്ത് ബാക്കിയുള്ള പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ അടിപൊളി രസം റെഡിയായി. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. അപ്പോഴേക്കും ഓരോരുത്തർ ചോദിക്കുമ്പോൾ ചാച്ചിക്കുട്ടി എടുത്ത് കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ പിന്നെ നമ്മുടെ ബ്രോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നിന്നു. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ വേറൊരു പാനിലേക്ക് ഒഴിച്ചിട്ട് അതും ഫ്രൈ ആക്കി കേട്ടോ. അപ്പോൾ അത് മുങ്ങിക്കിടക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതിന് തിരിച്ചിടുന്ന സമയത്ത് അതിൻ്റെ കോട്ടിങ് ഇളകിപ്പോവും. അല്ലെങ്കിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മറിച്ചിട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ അധികം ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നല്ല വിലയല്ലേ, അപ്പോൾ കുറച്ച് ഇപ്പോൾ ഇവിടെ വറവും പൊരിവൊക്കെ കുറവാണ് കേട്ടോ. പഴംപൊരിയൊക്കെ ഉണ്ടാക്കാൻ ഇടയ്ക്കൊക്കെ പറയും. അപ്പോൾ ഞാൻ പഴംപൊരിയൊന്നും ഇപ്പോൾ ഉണ്ടാക്കാറേ ഇല്ല. അങ്ങനെ ഇത് നമ്മുടെ ഇതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കറികളും ചിക്കൻ ഫ്രൈയും പിന്നെ സോയാബീൻ റോസ്റ്റ് ചെയ്യാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അതൊക്കെ ആയിട്ട് ഇറക്കി വെച്ചു. അപ്പോഴേക്കും ചോറായപ്പോൾ അത് വറുത്ത് വെച്ചു. പാത്രങ്ങൾ ആയതൊക്കെ കഴുകാനുള്ളത് കൊണ്ടുപോയിരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടി ഞാൻ പാത്രങ്ങൾ കഴുകാറുണ്ട്. ഇന്ന് പക്ഷേ അതിനൊന്നും സമയം കിട്ടിയില്ല. ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്നിങ്ങനെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ലാസ്റ്റ് പാത്രങ്ങളൊക്കെ കഴുകാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ ഇവിടെയൊക്കെ ഫോൺ കുത്തിച്ചാരി വെച്ചിട്ട് എടുക്കണ വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ഇത്. അപ്പോൾ കുറേ അങ്ങോട്ട് താഴത്തേക്ക് വീഴുന്നുണ്ട്, പിന്നെ അങ്ങോട്ട് എടുത്തേക്കുന്നുണ്ട്. ട്രൈപോഡിൽ വെക്കാനുള്ള സമയമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ചാരി വെച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നാളികേരമൊക്കെ ചിരകിയിട്ട് ബാക്കി ഒരു മുറി ഉണ്ടായിരുന്നു, പിന്നെ ഒരു മുറി ചിരകിയത്. അപ്പോൾ അവിടെ വെച്ച വേഗം ഉറുമ്പ് വരും. അപ്പോൾ ഞാൻ വേഗം പുറത്ത് കൊണ്ട് വെച്ചു. പിന്നെ ഒരെണ്ണം എടുത്തിട്ട് ഫ്രിഡ്ജിലൊക്കെ എടുത്തു വെച്ചു. പിന്നെ വേഗം പാത്രങ്ങളൊക്കെ കഴുകിട്ടോ. ഏട്ടനുള്ള ചോറൊക്കെ പാത്രത്തിലാക്കി വെച്ചതിന് ശേഷം ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. തുണികൾ മെഷീനിൽ കുട്ടികളെ കുളിക്കുമ്പോൾ മാറുന്നതുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ മെഷീനിൽ അപ്പോൾ അവർ കൊണ്ടുവന്ന് ഇടും കേട്ടോ. അപ്പോൾ ഞാൻ അത് ഓണാക്കി ചോറൊക്കെ പാത്രത്തിലാക്കി കൊടുത്തു. പിന്നെ എനിക്കും ചായ കുടിക്കണം. ചാച്ചുകുട്ടിയുടെ എല്ലാവരും ചായ കുടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ചായ കുടിക്കാതിരിക്കണം. പിന്നെ ചാച്ചു വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി പിന്നെ ചാച്ചനെ കൊണ്ടാക്കി വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനും ചായ കുടിക്കാനായിട്ട് ഇരുന്നു. ഏട്ടനും അച്ചു അതിൻ്റെ ഇടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും കഴിച്ചു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഇനിയും ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ചാച്ചുകുട്ടീനെ കുളിപ്പിക്കാനും അവളെ പുറപ്പെടുപ്പിക്കാനൊക്കെ ആയിട്ട് നിന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബായ്.